ഓപ്പോയുടെ ഓപ്പോ K12X 5G എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഓപ്പോ K12X 5G എന്നുള്ള സ്മാർട്ട് ഫോണിനെ പറ്റിയിട്ടാണ്. നമ്മൾ ആദ്യം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓപ്പോ K12X 5Gയിൽ 6.6 ഇഞ്ചിൻ്റെ ഫുൾ HD+ ഡിസ്പ്ലേ ആണ് വരുന്നത്. OLED പാനലാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ പഞ്ചോൾ ഡിസൈനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പഞ്ചോൾ വരുന്ന ടോപ്പ് സെൻറ്റർ ഭാഗത്തായിട്ടാണ്. ഡിസ്പ്ലേയിൽ 120 Hz റിഫ്രഷ് റേറ്റും കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഫ്ലാറ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ് ഇതിൽ വരുന്നത്. ഏകദേശം 92.2% സ്ക്രീൻ ടു ബോഡി റേഷ്യോ ഇതിൽ വരുന്നുണ്ട്. പീക്ക് ബ്രൈറ്റ്നസ് വരുന്നത് 2100 നിറ്റ്സ് ആണ്. അപ്പോൾ ഡിസ്പ്ലേ ഫീച്ചേഴ്സ് അത്യാവശ്യം തിരക്കുകളില്ലാത്ത നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സ് ഒക്കെ തന്നെയാണ് എന്ന് പറയാവുന്നതാണ്. ഈ ഒരു സ്മാർട്ട് ഫോൺ 15,000 രൂപ പ്രൈസ് റേഞ്ചിലാണ് വരുന്നത്. ആ ഒരു പ്രൈസ് റേഞ്ചിൽ 5G ഫോണാണ് എന്നുള്ള കാര്യം കൺസിഡർ ചെയ്യുമ്പോൾ ഇത് അത്യാവശ്യം നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സ് ഒക്കെ തന്നെയാണ്. പിന്നെ ഫോണിൻ്റെ വെയിറ്റ് വരുന്നത് 191 ഗ്രാമാണ്. തിക്നെസ് വരുന്നത് 8.1 mm ആണ്. പിന്നെ ഈ ഫോണിൻ്റെ ഗ്ലോ ഗ്രീൻ അതുപോലെ തന്നെ ടൈറ്റാനിയം ഗ്രേ എന്നീ കളർ വേരിയൻസ് ആണ് ഇപ്പോൾ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഇനി പ്രോസസ്സറിൻ്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ സ്നാപ്ഡ്രാഗൺ 695 എന്നുള്ള പ്രോസസ്സർ ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. 15,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഇത് അത്യാവശ്യം തിരക്കില്ലാത്ത നല്ലൊരു പ്രോസസ്സറൊക്കെ തന്നെയാണ്. പിന്നെ 5G സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. ഈ ഒരു ഫോണിൻ്റെ ബേസ് വേരിയന്റിൽ തന്നെ 8GB റാമും അതുപോലെ തന്നെ 256GB ഇൻറ്റേർണലും വരുന്നുണ്ട്. അത് നല്ലൊരു കാര്യം തന്നെയാണ്. പിന്നെ 12GB റാമും 256GB ഇൻറ്റേർണലുമായിട്ട് വരുന്ന ഒരു വെർഷനും 12GB റാമും 512GB ഇൻറ്റേർണലുമായിട്ട് വരുന്ന ഒരു വെർഷനും വരുന്നുണ്ട്. LPDDR4Xൻ്റെ റാമും UFS 2.2 സ്റ്റോറേജ് ടൈപ്പും ഇതിൽ കൊടുത്തിട്ടുണ്ട്. മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മെമ്മറി കാർഡ് സ്ലോട്ടും കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ വരുന്നുണ്ട്. ആൻഡ്രോയിഡ് 14 ബേസ് ആയിട്ടുള്ള കളറോയ സോഫ്റ്റ്വെയർ ആണ് ഈ ഫോണിൽ വരുന്നത്. ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫോണിൻ്റെ പിന്നിൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് കൊടുത്തിട്ടുണ്ട്. 50 മെഗാപിക്സലിൻ്റെ f1.8 അപ്പേഴ്സിൽ വരുന്ന മെയിൻ ക്യാമറ സെൻസറാണ് ഈ ഫോണിൽ വരുന്നത്. ഇതിൽ OSൻ്റെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ 2 മെഗാപിക്സലിൻ്റെ f2.4 അപ്പേഴ്സിൽ വരുന്ന ഡെപ്ത് സെൻസറും കൊടുത്തിട്ടുണ്ട്. ഇതിൽ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് ഒന്നും കൊടുത്തിട്ടില്ല. ആ കാര്യം ശ്രദ്ധിക്കണം. അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും കൂടി ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടി നന്നായേനെ. പിന്നെ ഫ്രണ്ടിൽ 16 മെഗാപിക്സലിൻ്റെ സെൽഫി ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. ഇനി ബാറ്ററിയുടെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ 5500 mAh ബാറ്ററി വരുന്നുണ്ട്. അപ്പോൾ നല്ലൊരു ബാറ്ററി കപ്പാസിറ്റിയും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട് എന്ന് തന്നെ പറയാവുന്നതാണ്. 80 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത് നല്ലൊരു ചാർജിങ് സ്പീഡ് തന്നെയാണ്. പിന്നെ ടൈപ്പ് സി ചാർജിംഗ് പോർട്ടും ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ബാറ്ററി സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ വരുന്നുണ്ട് എന്ന് തന്നെ പറയാം. അപ്പം ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. പിന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടില്ല. ഇപ്പോൾ ചൈനീസ് മാർക്കറ്റിലാണ് ഈ ഫോൺ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ചൈനീസ് മാർക്കറ്റിൽ ഈ ഫോൺ ലോഞ്ച് ചെയ്തിരിക്കുന്നത് 1299 യുവാൻ എന്ന പ്രൈസിങ്ങിലാണ്. അതായത് 15,000 രൂപ പ്രൈസ് റേഞ്ചിൽ. ആ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ പറഞ്ഞിട്ടുള്ള ഫീച്ചേഴ്സ് എങ്ങനെ ഉണ്ട് എന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സ് വരുന്നുണ്ട്. തിരക്കേടില്ലാത്തൊരു പ്രോസസ്സർ എടുത്തിട്ടുണ്ട്. മികച്ചൊരു ബാറ്ററി സെറ്റപ്പ് വരുന്നുണ്ട്. പിന്നെ തിരക്കേടില്ലാത്ത ഓൺ പേപ്പർ ക്യാമറ സ്പെസിഫിക്കേഷൻ വരുന്നുണ്ട്. അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും കൂടി ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടി നന്നായേനെ. എന്തായാലും ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇതിൽ അത്യാവശ്യം തിരക്കേടില്ലാത്ത നല്ല ഫീച്ചേഴ്സൊക്കെ വരുന്നുണ്ട് എന്ന് തന്നെ പറയാവുന്നതാണ്. ഇനി ഇന്ത്യൻ മാർക്കറ്റിൽ ഈ ഫോൺ ലോഞ്ച് ചെയ്യുമോ എന്ന് വെച്ചാൽ ചിലപ്പം ലോഞ്ച് ചെയ്തേക്കാം. എന്തായാലും അതിനെ പറ്റിയിട്ടുള്ള കൺഫർമേഷൻസ് ഒന്നും ഇപ്പം പുറത്ത് വന്നിട്ടില്ല. അതിനെ പറ്റിയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ന്യൂസുകൾ വരികയാണെന്നുണ്ടെങ്കിൽ അതിനെ പറ്റിയിട്ടുള്ള വീഡിയോസൊക്കെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പം അതുപോലുള്ള വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. എന്തായാലും ഓപ്പോയുടെ ഓപ്പോ K12X 5G എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ നിങ്ങൾ ഏത് പ്രൈസിങ്ങിലാണ് എക്സ്പെക്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇപ്പോൾ എൻ്റെ ഒരു എക്സ്പെക്ടേഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഓപ്പോ ബ്രാൻഡിങ്ങിൽ ഈ ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓഫ്ലൈൻ ഫോണായിട്ടായിരിക്കും ലോഞ്ച് ചെയ്യുക. അപ്പം വില കുറച്ചും കൂടി കൂടാൻ ചാൻസ് ഉണ്ട്. ഈവൻ ഒരു 20,000 22,000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ട് വരെ ഈ ഫോണിൻ്റെ വില എത്തിയേക്കാം. അല്ല OnePlus ബ്രാൻഡിങ്ങിൽ ലോഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഇതിനടുത്ത് വരുന്ന ഒരു പ്രൈസ് റേഞ്ചിലായിട്ട് ഈ ഫോൺ ലോഞ്ച് ചെയ്തേക്കാം. ഒരു 15,000 to 17,000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ടാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. എന്തായാലും കൺഫർമേഷൻസ് ഒന്നുമില്ല. ജസ്റ്റ് നമ്മുടെ എക്സ്പെക്ടേഷൻ പറഞ്ഞു എന്നേ ഉള്ളൂ.